ഇറ്റ് എന്ന സിനിമയുടെ ആദ്യ ഭാഗത്തിലെ സംഭവങ്ങൾക്ക് ശേഷം 27 വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഈ കഥ ആരംഭിക്കുന്നത്. ആദ്യം കാണിക്കുന്നത് ഡെറി എന്ന പട്ടണത്തിൽ നടക്കുന്ന ഒരു ഫെസ്റ്റിവലാണ്. ആ ഫെസ്റ്റിവലിൽ പങ്കെടുക്കാൻ വേണ്ടി 2 ആമ്പിള്ളേർ വന്നിട്ടുണ്ട്. ഇവന്മാര് ഗേ കപ്പിൾസ് ആണ്. അങ്ങനെ അവരിപ്പം അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ടീം ചെറുപ്പക്കാർ വന്നിട്ട് അമ്മമാരുടെ അടുത്ത് ചൊറിഞ്ഞു കയറുന്നത്. ഇപ്പം ഇങ്ങോട്ട് വന്ന ഈ ചെറുപ്പക്കാരുണ്ടല്ലോ, അവർക്ക് ഈ ഹോമോസെക്ഷുവാലിറ്റി തീരെ ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ അവന്മാരെല്ലാവരും കൂടെ ആ ഗേ കപ്പിൾസിനെ ഉപദ്രവിക്കാൻ തുടങ്ങി. അങ്ങനെ അവന്മാരെ ശരിക്കിട്ട് ഉപദ്രവിച്ചതിന് ശേഷം അതിൽ അഡ്രിയാൻ എന്ന പേരിൽ ഒരുത്തനുണ്ട്. അവന്മാരെല്ലാവരും കൂടെ ആ അഡ്രിയാനെ തൂക്കിയെടുത്ത് അവിടുത്തെ പാലത്തിന്റെ മുകളിൽ നിന്ന് താഴേക്കിടുകയാണ്, അതായത് ആ ഓടയിലേക്ക്. അതിനെ തുടർന്ന് അഡ്രിയാൻ അവിടുന്ന് ഒഴുകി പോകാൻ തുടങ്ങി. എന്നാൽ ഈ സമയം അപ്പുറത്തെ കരയിലായിട്ട് ഒരാളവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അത് പെന്നിവൈസ് ആയിരുന്നു. അതെ, 27 വർഷങ്ങൾക്ക് ശേഷം അവനിപ്പോൾ തിരിച്ചു വന്നിരിക്കുകയാണ്. ഈ സമയം മറ്റവൻ അങ്ങോട്ട് വന്ന് നോക്കുമ്പോൾ പെന്നിവൈസ് ഇപ്പം അഡ്രിയാനെ തൂക്കിയെടുത്തിരിക്കുന്നതാണ് കാണുന്നത്. മാത്രമല്ല അടുത്ത സെക്കൻഡില് പെന്നിവൈസ് അവന്റെ ഹാർട്ട് ഇങ്ങോട്ട് കടിച്ചെടുക്കുകയാണ്. അത് കണ്ട് ഉറക്കെ നിലവിളിക്കാൻ മാത്രമേ മറ്റവനെ കൊണ്ട് സാധിക്കുന്നുള്ളൂ. പിന്നീട് അവൻ നോക്കുമ്പോൾ പെന്നിവൈസിനെ അവിടെ കാണുന്നില്ല. പകരം ഇഷ്ടം പോലെ ബലൂണുകൾ അതിലിങ്ങനെ പറന്നു കിടക്കുകയാണ്. ഇതേ സമയം തന്നെ നമ്മുടെ മൈക്ക് ഉണ്ടല്ലോ, അവനിപ്പം അവിടെ ഒരു ലൈബ്രറിയിൽ ഇരിക്കുകയാണ്. പിള്ളേരുടെ കൂട്ടത്തില് ഇവൻ മാത്രമേ ഇപ്പൊ ഡെറിയിലുള്ളൂ. ബാക്കി എല്ലാവരും രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലാണ്. പിന്നെ ഫസ്റ്റ് പാർട്ടിൽ ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. ഇവരുടെ ടീം ഉണ്ടല്ലോ, ഈ ടീമിനൊരു പേരുണ്ട്. അതിനെ ലോസേഴ്സ് ക്ലബ് എന്നാണ് വിളിക്കുന്നത്. ഈ മൈക്ക് അവിടെ ഒരു വയർലെസ് വെച്ചിട്ടുണ്ട്. അതിലിപ്പോ ഒരു മെസ്സേജ് വന്നു, അതായത് ഡെറിയിൽ ഒരു മരണം നടന്നിട്ടുണ്ടെന്ന്. അതിനെ തുടർന്ന് മൈക്ക് വേഗം ആ പാലത്തിന്റെ അടുത്തേക്ക് പോവാണ്. ഈ സമയം അവിടെ കുറെ പോലീസുകാരൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ അവിടേക്ക് എത്തിയതിനു ശേഷം മൈക്ക് ആ പാലത്തിന്റെ ഭാഗങ്ങളൊക്കെ സെർച്ച് ചെയ്യാൻ തുടങ്ങി. ആ സെർച്ചിങ്ങിൽ അവനൊരു ബലൂൺ കിട്ടി. ആ ബലൂണിൽ എഴുതിയിരിക്കുന്നത് ഐ ലവ് ഡെറി എന്നാണ്. അത് കാണുമ്പോൾ തന്നെ അവന് സംശയം തോന്നാൻ തുടങ്ങി. എന്നാൽ ഈ സമയത്താണ് അവൻ ഞെട്ടിക്കുന്ന കാഴ്ച കാണുന്നത്. അവിടുത്തെ തൂണിലായിട്ട് ഒരു കാര്യം എഴുതി വെച്ചിട്ടുണ്ട്, വീട്ടിലേക്ക് വരുമെന്ന്. അതും കൂടെ കാണുമ്പോൾ മൈക്കിനൊരു ഞെട്ടലായിരുന്നു. അപ്പൊ പെന്നിവൈസ് തിരിച്ചു വന്നു എന്ന കാര്യം അവനിപ്പോൾ മനസ്സിലായി. ഇവിടെയാണ് ഈ സിനിമയുടെ പേരെഴുതി കാണിക്കുന്നത്, ഇറ്റ് ചാപ്റ്റർ 2. ഇനി കാണിക്കുന്നത് നമ്മുടെ ബില്ലിനെയാണ്. അവനിപ്പം ഒരു എഴുത്തുകാരനാണ്. വാർണർ ബ്രോസ് സ്റ്റുഡിയോയ്ക്ക് വേണ്ടി അവനൊരു സ്റ്റോറി എഴുതുന്നുണ്ട്. സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ്. അതിന്റെ ഷൂട്ടിംഗ് അവിടെ നടക്കുന്നുണ്ട്. ഇപ്പൊ അവൻ അങ്ങോട്ട് ചെന്നിരിക്കുകയാണ്. ഒരു ഹൊറർ സബ്ജക്റ്റ് ആണ്. ഈ ബില്ലിന്റെ ഭാര്യയാണ് അതിൽ അഭിനയിക്കുന്നത്. അങ്ങനെ ഇപ്പൊ ബില്ല് അങ്ങോട്ട് ചെന്നപ്പം അതിന്റെ ഡയറക്ടറും അങ്ങോട്ട് വന്നു. അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിന്റെ കഥയൊക്കെ കിടിലനാണ്, പക്ഷെ ഇതിന്റെ ക്ലൈമാക്സിനൊരു പ്രശ്നമുണ്ട്. ഈ ക്ലൈമാക്സ് വെച്ച് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഇതൊരു സാഡ് എൻഡാണ്, ഇതൊരു ഹാപ്പി എൻഡിങ് ആക്ക് എന്നാണ് ഡയറക്ടർ പറയുന്നത്. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ അവർ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ബില്ലിനൊരു കോൾ വരുന്നത്. ആ കോൾ അവൻ അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ അത് മൈക്കാണ്. മൈക്ക് കാര്യങ്ങളൊക്കെ ഇപ്പോൾ ബില്ലിന്റെ അടുത്ത് പറഞ്ഞു. അതൊക്കെ പറഞ്ഞതിന് ശേഷം നീ എത്രയും പെട്ടെന്ന് ഡെറിയിലേക്ക് തിരിച്ചു വരണം എന്നാണ് മൈക്ക് പറയുന്നത്. അങ്ങനെ അടുത്തതായിട്ട് കാണിക്കുന്നത് എഡ്ഡിയാണ്. ഇവനൊരു ഇൻഷുറൻസ് കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. ഇപ്പൊ രാവിലെ തന്നെ അവൻ അവന്റെ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് മൈക്കിന്റെ കോൾ വരുന്നത്. അവൻ ആ കോൾ അറ്റൻഡ് ചെയ്ത് അത് മൈക്കാണെന്ന് അറിയുമ്പോൾ തന്നെ അവന് കിളി പോയി. അതോടുകൂടെ അവന്റെ വണ്ടി ആക്സിഡന്റ് ആവുകയാണ്. അടുത്തതായിട്ട് കാണിക്കുന്നത് റിച്ചിയാണ്. ഒരു സ്റ്റേജ് ആർട്ടിസ്റ്റ് ആയിട്ടാണ് ഈ റിച്ചി ജോലി ചെയ്യുന്നത്. അവനും ഇപ്പൊ മൈക്കിന്റെ കോൾ വന്നു. അതിനെ തുടർന്ന് അവൻ വല്ലാണ്ട് ഛർദ്ദിക്കുകയാണ്. അടുത്തായിട്ട് കാണിക്കുന്നത് ബെന്നിനെയാണ്. ഒരു വലിയ കമ്പനിയിലാണ് അവൻ ജോലി ചെയ്യുന്നത്. ചെറുപ്പം മുതലേ ഈ തടിയ എന്നുള്ള പേരുള്ള കാരണം വലുതായി കഴിഞ്ഞപ്പോൾ അവനൊരു കാര്യം തീരുമാനിച്ചു, തടി കുറയ്ക്കണം. അത് അവൻ നടപ്പിലാക്കുകയും ചെയ്തു. ഇപ്പൊ ആള് നല്ല സ്ലിമ്മാണ്. ഇന്നിപ്പോൾ അവനൊരു വീഡിയോ കോൺഫറൻസിലായിരുന്നു. അതിനിടയിലാണ് മൈക്കിന്റെ കോള് വരുന്നത്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. സ്റ്റാൻലി ഇപ്പം അവന്റെ വീട്ടിലിരിക്കുകയാണ്. ഈ സമയത്താണ് മൈക്കിന്റെ കോൾ അവനും വരുന്നത്. എന്നാൽ ഇവൻ ബാക്കിയുള്ളവരെ പോലെ ആയിരുന്നില്ല. മൈക്ക് വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ അവന് വല്ലാത്തൊരു ഞെട്ടലായിരുന്നു. അങ്ങനെ ആ സംസാരത്തിന് ശേഷം ഞാൻ ഡെറിയിലേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ ഫോൺ കട്ട് ചെയ്തു. എന്നിട്ട് അവൻ നേരെ കുളിക്കാൻ വേണ്ടി ബാത്ടബിലേക്ക് കിടക്കുകയാണ്. എന്നിട്ട് കുറച്ച് സമയം അവൻ എന്തൊക്കെയോ അങ്ങനെ ആലോചിച്ചു. ഈ ആലോചിക്കുന്നത് മൊത്തം അവന്റെ പഴയ കാലത്ത് നടന്ന കാര്യങ്ങളാണ്. അങ്ങനെ ആ ആലോചനയൊക്കെ കഴിഞ്ഞിട്ട് അവൻ അവന്റെ ഞരമ്പ് മുറിച്ചിട്ട് ആത്മഹത്യ ചെയ്യുകയാണ്. അങ്ങനെ സ്റ്റാൻലിയുടെ ഈ മരണം സ്വപ്നത്തിൽ കണ്ടിട്ടാണ് നമ്മുടെ ബെവർലി ഞെട്ടി എഴുന്നേക്കുന്നത്. അവളിപ്പം അവളുടെ ഹസ്ബൻഡിന്റെ കൂടെയാണ് ജീവിക്കുന്നത്. അങ്ങനെ അവളെ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേറ്റതും അവളുടെ ഫോൺ ബെല്ലടിച്ചു. ആ ഫോൺ അവൾ അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ അത് മൈക്കാണ്. മൈക്ക് കാര്യങ്ങളൊക്കെ അവളുടെ അടുത്ത് പറയുകയും ചെയ്തു. അങ്ങനെ ഉടനെ തന്നെ ഡെറിയിലേക്ക് പോകാൻ വേണ്ടി അവൾ റെഡി ആവുകയാണ്. എന്നാൽ പോകാൻ നേരത്താണ് അവളുടെ ഹസ്ബൻഡ് എഴുന്നേറ്റ് വരുന്നത്. ഇയാളൊരു സംശയരോഗിയാണ്. അവളിപ്പോൾ ഏതോ ഒരുത്തനോടാണ് സംസാരിച്ചത് എന്ന കാര്യമൊക്കെ മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അയാൾ അവളെ പോകാൻ സമ്മതിക്കുന്നില്ല. മാത്രമല്ല അയാൾ അവളെ വല്ലാതെ ഉപദ്രവിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അയാൾ വല്ലാതെ ഉപദ്രവിക്കുന്ന കാണുമ്പോൾ ബെവർലിയും വിട്ടുകൊടുക്കുന്നില്ല. അവളും അയാൾക്കിട്ട് ശരിക്കും കൊടുത്തു. അവസാനം അയാളെ ഇടിച്ച് തെറിപ്പിച്ചതിന് ശേഷമാണ് അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നത്. ഇവളുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇവളുടെ അച്ഛനും ഇതുപോലത്തെ ഒരു വൃത്തികെട്ടവനായിരുന്നു. ഇപ്പൊ ഭർത്താവും ഒരു വൃത്തികെട്ടവനാണ്. അപ്പൊ ലോസേഴ്സ് ക്ലബ്ബിൽ എല്ലാവരും എവിടെയാണ് എന്ന കാര്യം നമുക്ക് മനസ്സിലായി. ഇനി നമ്മൾ മറ്റൊരാളുടെ കാര്യം കൂടെ അറിയാനുണ്ട്. അത് ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ കണ്ട ആ ഹെൻറി ഉണ്ടല്ലോ, ആ പിള്ളേരെ ഉപദ്രവിച്ചിരുന്നവൻ, അതായത് പോലീസുകാരനായ സ്വന്തം അച്ഛനെ കത്തികൊണ്ട് കുത്തിക്കൊന്നവൻ. അവൻ എന്താണ് സംഭവിച്ചത്? മൈക്കുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നതിനിടയിൽ മൈക്ക് അവനെ ഇടിച്ചിട്ട് അവിടുത്തെ ആ കിണറ്റിന്റെ അകത്തേക്ക് ഇട്ടു. അതിനുശേഷം പിന്നീട് അവനെ നമ്മൾ കണ്ടിട്ടില്ല. എന്നാൽ പിന്നീട് അവൻ എന്താണ് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഓടയിലൂടെ ശക്തമായിട്ട് വെള്ളം പുറത്തേക്ക് വന്നു.
പെന്നിവൈസ് പിടിച്ചോണ്ട് പോയ കുറെ കുട്ടികളുടെ ശരീരം അതോടൊപ്പം തന്നെ പുറത്തേക്ക് തെറിച്ചു വന്നു. ആ കൂട്ടത്തില് ഹെൻറി ഉണ്ടായിരുന്നു. അവൻ മരിച്ചിട്ടില്ല. അവൻ പെട്ടെന്ന് അവിടെ നിന്ന് എഴുന്നേറ്റു. അതിനുശേഷം അവൻ നേരെ വീട്ടിലേക്കാണ് പോയത്. ആ സമയം അവന്റെ അച്ഛൻ മരിച്ചു എന്ന് പറഞ്ഞിട്ട് പോലീസുകാരൊക്കെ അയാളുടെ ബോഡി എടുക്കാൻ കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അവൻ അങ്ങോട്ട് ചെന്ന് കണ്ടപ്പം പോലീസുകാരെല്ലാരും കൂടെ വന്നിട്ട് ഹെൻറിയെ പിടിച്ചു. അവൻ തന്നെയാണ് അച്ഛനെ കൊന്നത് എന്ന കാര്യം പോലീസുകാർക്ക് മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ അവനെ അറസ്റ്റ് ചെയ്യുമ്പോഴാണ് മുകളിലൂടെ ഒരു ബലൂൺ പോകുന്നവൻ കണ്ടത്. അത് കാണുമ്പോൾ അവന് വല്ലാത്തൊരു സന്തോഷമായിരുന്നു. അങ്ങനെ പോലീസുകാർ അവനെ അറസ്റ്റ് ചെയ്തതിനു ശേഷം 27 വർഷമായിട്ട് അവനൊരു മെന്റൽ ഹോസ്പിറ്റലിലാണ്. ഇന്നിപ്പോൾ മെന്റൽ ഹോസ്പിറ്റലിൽ അവന്റെ റൂമിൽ നിൽക്കുമ്പോഴാണ് ആ ചുവന്ന ബലൂൺ അവൻ വീണ്ടും കാണുന്നത്. അത് അവന്റെ റൂമിനകത്താണ്. അവൻ വേഗം തന്നെ ആ ബലൂണിന്റെ അടുത്തേക്ക് ചെന്നിട്ട് അത് പിടിച്ചു വലിക്കുകയാണ്. ഈ ഭീകര രൂപം മറ്റാരുമല്ല, ഈ സിനിമയുടെ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ കണ്ട ആ പാട്രിക് ഉണ്ടല്ലോ, ഈ ഹെൻറിയുടെ കൂടെ നടന്നവൻ. അവനാണ് ഈ തീയും കത്തിച്ചുകൊണ്ട് ആ ഗുഹയുടെ അകത്തേക്ക് പോയത്. അവിടെ വെച്ചിട്ട് അവനെ പെന്നിവൈസ് പിടിക്കുകയായിരുന്നു. ഈ രൂപം ആ പാട്രിക് ആണ്. അവനിപ്പോ ഹെൻറിയുടെ അടുത്തേക്ക് വന്നിട്ട് അവന്റെ ആ പഴയ കത്തി ഹെൻറിക്ക് തിരിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ സമയം രാത്രി ലൂസേഴ്സ് ക്ലബിൽ എല്ലാവരും ഇപ്പൊ ഡെറിയിലേക്ക് തിരിച്ചെത്തി. അവരിപ്പം ഒരു റെസ്റ്റോറന്റിൽ കൂടിയിരിക്കുകയാണ്. 27 വർഷമായല്ലോ അവരിപ്പോ നേരിട്ട് കണ്ടിട്ട്. അതുകൊണ്ട് തന്നെ ആ ഗെറ്റ് ടുഗദറൊക്കെ അവർ അടിപൊളിയായിട്ട് ആഘോഷിക്കാൻ തുടങ്ങി. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് പെന്നിവൈസ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് മൈക്ക് ഇപ്പൊ എല്ലാവരുടെ അടുത്തും പറയുന്നത്. പെന്നിവൈസിന്റെ പേര് കേട്ടപ്പോൾ തന്നെ എല്ലാവർക്കും ശരിക്കും പേടിയാവാൻ തുടങ്ങി. ഇനിയിപ്പോൾ അവരെന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന കാര്യത്തിനെ കുറിച്ച് അവർക്ക് ഒരു ഐഡിയയും കിട്ടുന്നില്ല. അതിനിടയിൽ അവരൊരു കാര്യം നറുക്കിട്ട് നോക്കുന്നുണ്ട്. അങ്ങനെ ഓരോരുത്തരായിട്ട് അവർക്ക് കിട്ടിയ പേപ്പർ എടുത്തു. പക്ഷെ അത് നിരത്തി വെച്ചിട്ട് അതിനെ അവർക്കൊരു സെന്റൻസ് ആക്കാൻ പറ്റുന്നില്ല. അതിങ്ങനെ അവർ പലതവണ മാറ്റി മറിച്ചൊക്കെ വെച്ച് നോക്കുന്നുണ്ട്. പക്ഷെ എന്നിട്ടൊന്നും അത് കറക്റ്റ് ആവുന്നില്ല. എന്നാൽ ഈ സമയത്താണ് ബെവർലി എടുത്ത പേപ്പർ അവൾ അങ്ങോട്ട് വെച്ചു കൊടുക്കുന്നത്. അതിലെഴുതിയിരുന്നത് സ്റ്റാൻലിയുടെ പേരാണ്. ഇപ്പൊ അതും കൂടെ അങ്ങോട്ട് വെച്ച് കഴിയുമ്പോൾ ആ സെന്റൻസ് കംപ്ലീറ്റ് ആയി. അപ്പൊ സ്റ്റാൻലിയെ കുറിച്ചാണ് അത് പറയുന്നത് എന്ന കാര്യം അവർക്ക് മനസ്സിലായി. എന്നാൽ അതും കൂടെ അവിടേക്ക് വെച്ച് കഴിയുമ്പോൾ പിന്നീട് അവർ കാണുന്നത് ഞെട്ടിക്കുന്ന ചില കാര്യങ്ങളാണ്. അവർ ആ നറുക്കെടുത്ത സാധനം ഉണ്ടല്ലോ, അതിൽ നിന്നും വിചിത്രമായിട്ടുള്ള പല ജീവികളും പുറത്തേക്ക് വരാൻ തുടങ്ങി. മാത്രമല്ല ആ ടേബിളിൽ ഇങ്ങനെ തീയും പിടിക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും റിയൽ അല്ല, പെന്നിവൈസ് അവരെ കൊണ്ട് തോന്നിപ്പിക്കുന്നതാണ് എന്ന കാര്യം അവർക്കറിയാം. അതുകൊണ്ട് തന്നെ ഇതൊന്നും റിയൽ അല്ല എന്നും പറഞ്ഞിട്ട് ബെൻ ഒരു ചെയർ എടുത്ത് ആ ടേബിളിനിട്ട് ഇങ്ങനെ അടിക്കാൻ തുടങ്ങി. അവൻ അവിടെ മൊത്തം ഇങ്ങനെ തല്ലി പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനം വെയിറ്റർ അങ്ങോട്ട് വരുമ്പോഴാണ് അവനെ അടി നിർത്തുന്നത്. അങ്ങനെ അവിടുത്തെ കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്തതിനു ശേഷം അവരിപ്പോൾ വെളിയിലേക്ക് ഇറങ്ങി. സ്റ്റാൻലിക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന കാര്യം അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ബെവർലി വേഗം സ്റ്റാൻലിയുടെ വൈഫിനെ വിളിക്കുകയാണ്. വൈഫിനെ വിളിച്ചു കഴിഞ്ഞപ്പം അവൻ ആത്മഹത്യ ചെയ്തു എന്ന വാർത്തയാണ് സ്റ്റാൻലിയുടെ വൈഫ് അവർ അറിയിച്ചിരിക്കുന്നത്. അത് കേൾക്കുമ്പോൾ ബെവർലിക്ക് ഒരു ഞെട്ടലായിരുന്നു. കാരണം അവൾ എന്താണോ സ്വപ്നത്തിൽ കണ്ടത് അതുപോലെ തന്നെയാണ് അവൻ മരിച്ചിരിക്കുന്നത്. എന്നാൽ അവളെ ഈ ഞെട്ടി നിൽക്കുന്നത് ഒരാൾ മാത്രം ശ്രദ്ധിക്കുന്നുണ്ട്, അത് ബെന്നാണ്. അപ്പൊ അവന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇവർക്ക് എന്തോ കാര്യം അറിയാം എന്ന കാര്യം ബെന്നിന് മനസ്സിലായി. ഇപ്പൊ സ്റ്റാൻലി മരിച്ചു എന്നും കൂടെ കേൾക്കുമ്പോൾ ഇനി ഈ പരിപാടിക്ക് ഞങ്ങളില്ലാന്നും പറഞ്ഞിട്ട് റിച്ചി കെട്ടി അവിടുന്ന് പോയി. അവരവരുടെ വണ്ടി എടുത്തോട് പോയി കഴിഞ്ഞപ്പം ബെവർലിയും ബെന്നും അവരുടെ പുറകെ പോവാണ്. ഇനിയിപ്പോൾ അവിടെ ബാക്കിയുള്ളത് മൈക്കും ബില്ലും മാത്രമാണ്. ഈ സമയം മൈക്ക് ബില്ലിന്റെ അടുത്ത് പറയുന്നത്, ദയവ് ചെയ്ത് നീ പോവാതെ അവിടെ നിൽക്ക്. ഇത്രയും വർഷമായിട്ട് ഈ പെന്നിവൈസിനെ കുറിച്ച് ഞാൻ ചില റിസർച്ച് ഒക്കെ നടത്തിയിട്ടുണ്ട്. അത് ഞാൻ നിനക്ക് കാണിച്ചു തരാം. പെന്നിവൈസിനെ എങ്ങനെ ഇല്ലാതാക്കാം എന്നതിനെ കുറിച്ച് എനിക്കറിയാം എന്നാണ് മൈക്ക് പറയുന്നത്. ഈ സമയം തന്നെ സിറ്റിയിലൊരു ഗ്രൗണ്ടിലായിട്ട് ബേസ്ബോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറെ ആൾക്കാരും അത് കാണാൻ വേണ്ടി അവിടെ വന്നിരിക്കുന്നുണ്ട്. ഈ സമയം അതിൽ ചെറിയൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ഇവളുടെ പേര് വിക്ടോറിയ എന്നാണ്. അവൾ അവളുടെ അമ്മയുടെ കൂടെയാണ് വന്നിരിക്കുന്നത്. എന്നാൽ ഈ കളി കണ്ടിട്ട് അവൾക്കൊന്നും മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് തന്നെ അവൾക്ക് ബോറടിക്കാനും തുടങ്ങി. അതിനിടയിലാണ് ഒരു ചെറിയ മിന്നാമിനിങ് അവൾ കാണുന്നത്. വളരെ കൗതുകം തോന്നുന്ന അവള് ആ മിന്നാമിനിങ്ങിന്റെ പുറകെ പോവാണ്. അങ്ങനെ കുറെ പോയി ഒരു സ്ഥലത്തെത്തുമ്പോഴാണ് ആ പെന്നിവൈസ് അവളുടെ അടുത്തേക്ക് വരുന്നത്. പെന്നിവൈസ് ഇപ്പോൾ അവളോട് പറയുന്നത്, നിനക്ക് എന്റെ ഫ്രണ്ട് ആവാൻ പറ്റുമെന്നാണ്. എന്നാൽ അത് കേൾക്കുന്ന വിക്ടോറിയ പറയുന്നത്, നീ എന്റെ ഫ്രണ്ടൊന്നുമല്ല, എനിക്ക് നിന്നെ കണ്ടിട്ട് തന്നെ പേടിയാവുന്നു എന്ന് പറഞ്ഞിട്ട് അവൾ തിരിച്ചു നടക്കാൻ തുടങ്ങി. എന്നാൽ അവൾ അവിടെ നിന്ന് തിരിച്ചു നടന്നതും പെന്നിവൈസ് അവിടെ നിന്നിട്ട് ഇങ്ങനെ കരയാണ്. അവൻ കരയുന്ന കാണുമ്പോൾ അവൾക്ക് പാവം തോന്നി. ഈ സമയം പെന്നിവൈസ് പറയുന്നത്, എന്റെ ഈ രൂപം എങ്ങനെ ആയതുകൊണ്ട് ഒരാൾ പോലും എന്നെ ഫ്രണ്ടായിട്ട് കൂട്ടുന്നില്ല. ഇപ്പൊ നീയും അങ്ങനെ തന്നെയാണോ ചെയ്യുന്നത് എന്നാണ് പെന്നിവൈസ് ചോദിക്കുന്നത്. അതേക്കുന്ന വിക്ടോറിയ പറയുന്നത്, ഓ നിന്റെ അവസ്ഥ അങ്ങനെ തന്നെയാണോ? എന്റെ മുഖത്ത് ഈ പാട് കണ്ടില്ലേ, ഇത് കാരണം എന്നെ ആരും കൂടെ കൂട്ടാറില്ല എന്നാണ് വിക്ടോറിയ പറയുന്നത്. അതേക്കുമ്പോൾ നിന്റെ മുഖത്തുള്ള ഈ പാടാണോ നിന്റെ പ്രശ്നം? അത് ഞാൻ മാറ്റി തരാലോ. ഞാൻ ജസ്റ്റ് ഒന്ന് ഊതിയാൽ തന്നെ ആ പാട് നിന്റെ മുഖത്തുനിന്ന് പോവും. പക്ഷെ അങ്ങനെ ഞാൻ ചെയ്യണമെങ്കിൽ നീ എന്റെ അടുത്തേക്ക് വരണം എന്നാണ് പെന്നിവൈസ് പറയുന്നത്. പാട് പോകുന്നവൻ പറയുമ്പോൾ അവൾക്ക് ശരിക്കും സന്തോഷമായി. അവളിപ്പോൾ അവന്റെ അടുത്തേക്ക് ചെന്നിട്ട് അവളുടെ മുഖത്ത് ആ പാട് അവന് കാണിച്ചു കൊടുക്കുകയാണ്. എന്നാൽ അവൾ അവന്റെ തൊട്ടടുത്ത് എത്തിയതും അടുത്ത സെക്കൻഡിൽ അവൻ അവളുടെ മേലേക്ക് ചാടി വീണു. എന്നിട്ട് അവളെ കടിക്കുകയാണ്. ഇതേ സമയം തന്നെ ഹെൻറി ആണെങ്കിൽ അവന്റെ കയ്യിൽ കിട്ടിയ കത്തി ഉണ്ടല്ലോ, അത് വെച്ചിട്ട് അവിടുത്തെ സെക്യൂരിറ്റീസിനൊക്കെ കൊന്നു. എന്നിട്ടിപ്പം അവനെ ഹോസ്പിറ്റലിൽ നിന്ന് വെളിയിലേക്ക് വരികയാണ്. ഈ സമയം അവനെ വെയിറ്റ് ചെയ്തുകൊണ്ട് ആ പാട്രിക് ഒരു കാറിൽ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഹെൻറിയെ കാറിലേക്ക് കയറ്റിയതിനു ശേഷം പാട്രിക് വേഗം തന്നെ അവിടുന്ന് പോവാണ്. ഇതേ സമയം തന്നെ ബെവർലിയും കൂട്ടരും അവർ താമസിക്കുന്ന ഹോട്ടലിലേക്ക് എത്തി. എല്ലാവരും ഇപ്പോൾ പോകാൻ വേണ്ടി അവിടുന്ന് റെഡി ആവുകയാണ്. എന്നാൽ ഈ സമയം ബെന്ന് നേരെ പോയിരിക്കുന്നത് ബെവർലിയുടെ അടുത്തേക്കാണ്.
എന്നിട്ട് അവൻ ചോദിക്കുന്നത്, സ്റ്റാൻലിയുടെ വൈഫ് നിന്നെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പം നീ ഒന്ന് ഞെട്ടിയായിരുന്നു. സത്യം പറ, അവന്റെ മരണത്തെക്കുറിച്ച് നിനക്ക് വല്ലതും അറിയോ എന്നാണ് ബെൻ ചോദിക്കുന്നത്. ആദ്യം അവൾ പറയുന്നില്ലെങ്കിലും അവനിങ്ങനെ നിർബന്ധിക്കുമ്പോൾ അവൾ കാര്യങ്ങൾ പറയാൻ തുടങ്ങി. അതെ ബെൻ, അവന്റെ മരണത്തെക്കുറിച്ച് എനിക്കറിയാം. അവൻ മരിക്കുന്നത് എങ്ങനെയാണ് എന്ന കാര്യം ഞാൻ സ്വപ്നത്തിൽ കണ്ടിരുന്നു. അവൻ മാത്രമല്ല, നമ്മളുടെ എല്ലാവരുടെയും മരണം ഞാൻ സ്വപ്നത്തിൽ കണ്ടതാണ് എന്നാണ് ബെവർലി പറയുന്നത്. അത് കേട്ട് എല്ലാവരും ശരിക്കും ഞെട്ടി നിൽക്കുകയാണ്. ഇതേസമയം തന്നെ മൈക്ക് ബില്ലിനെയും വിളിച്ചുകൊണ്ട് പോയിരിക്കുന്നത് അവൻ താമസിക്കുന്ന സ്ഥലത്തേക്കാണ്. അവിടേക്ക് ചെന്ന ഉടനെ തന്നെ മൈക്ക് ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ബില്ലിന് കുടിക്കാൻ കൊടുത്തു. അതിലൊരു സെഡേറ്റീവ് അടങ്ങിയിട്ടുണ്ട്. ആ കാര്യങ്ങൾ ചെയ്തതിന് ശേഷം അവൻ അടുത്തതായിട്ട് പഴയ കാലത്തൊരു കൂടെയാണ് മൈക്ക് ഇപ്പോൾ ബില്ലിന് കാണിച്ചു കൊടുക്കുന്നത്. ഇത് അവന് കിട്ടിയത് നേറ്റീവ് അമേരിക്കൻസിന്റെ കയ്യിൽ നിന്നാണ്. അതിൽ ചില സിമ്പിൾസ് ഉണ്ട്. ഇപ്പൊ ബില്ല സെഡേറ്റീവ് കുടിച്ചല്ലോ, അതുകൊണ്ട് ബില്ലിന് ഇനി ചില വിഷൻസ് ഒക്കെ കാണാൻ പറ്റും. മൈക്ക് അതാണ് ഇപ്പൊ അവന് കാണിച്ചു കൊടുക്കുന്നത്. ഇറ്റ് എങ്ങനെയാണ് ഭൂമിയിലേക്ക് വന്നതെന്ന്. അതായത് ഒരു ഉൽക്ക വഴിയാണ് ഇറ്റ് ഭൂമിയിലേക്ക് എത്തിയത്. ഈ ഇറ്റിന്റെ പ്രത്യേകത അതിന് ഷേപ്പ് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. ആദ്യം അത് ഭൂമിയിലേക്ക് വന്നപ്പം ഒരു ഭീകര ജീവിയുടെ രൂപത്തിലായിരുന്നു. അത് അന്നത്തെ കാലത്ത് ആൾക്കാർ അറ്റാക്ക് ചെയ്യുകയും ചെയ്തു. എന്നാൽ അതിനെ തുടർന്ന് അവരൊരു റിച്വൽ നടത്തിയിട്ട് ഇറ്റിനെ അവർ ആ കൂടയ്ക്കകത്താക്കി. ഈ ഒരു വിഷനാണ് ഇപ്പൊ ബില്ലിന് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ആ വിഷം കാണിച്ചു കൊടുത്തതിന് ശേഷം മൈക്ക് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറ്റിപ്പോ ഈ ഒരു സമയത്ത് നിൽക്കുന്നത് ആ ക്ലൗഡിന്റെ രൂപത്തിലാണ്. പഴയ കാലത്ത് ആൾക്കാർ തളച്ച പോലെ തന്നെ നമുക്കും അതിന് സാധിക്കും. പക്ഷെ അതിന് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം എന്നാണ് മൈക്ക് പറയുന്നത്. അങ്ങനെ മൈക്കും ബില്ലും അവരുടെ ഹോട്ടലിലേക്ക് എത്തി. ഈ സമയം ബാക്കി എല്ലാവരും അവിടെ കൂടിയിട്ടുണ്ട്. ഇപ്പൊ എല്ലാവരും മരിക്കുന്നതായിട്ട് ബെവർലി സ്വപ്നത്തിൽ കണ്ടു എന്ന് പറഞ്ഞല്ലോ. ആ കാര്യം അവൾ ബില്ലിന്റെ അടുത്തും പറഞ്ഞു. അതെല്ലാം കേൾക്കുമ്പോൾ മൈക്ക് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് തന്നെയാണ് ആദ്യം ഞാനും പറയാനിരുന്നത്. നമ്മളെല്ലാവരും ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മൾ മരിക്കും. അതുകൊണ്ട് ആ പെന്നിവൈസിന്റെ ഈ ഒരു സൈക്കിൾ അവസാനിക്കുമ്പോഴേക്കും, അതായത് ഇപ്പൊ 27 വർഷങ്ങൾ കഴിഞ്ഞിട്ട് അവൻ തിരിച്ചു വന്നല്ലോ, ഇനി അവൻ അവന്റെ ഉറക്കത്തിലേക്ക് പോകുന്നതിന് മുമ്പ് അവനെ കൊല്ലണം. പക്ഷെ നമ്മൾ വേറെ നിന്ന് കഴിഞ്ഞാൽ അവൻ നമ്മളെ കൊല്ലത്തേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. എന്നിട്ട് നമുക്ക് ആ റിച്വൽ നടത്താം എന്നാണ് മൈക്ക് പറയുന്നത്. മറ്റൊരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് അവരെല്ലാവരും അതിന് സമ്മതിക്കുകയും ചെയ്തു. അതിനെ തുടർന്ന് അവർ നേരെ പോകുന്നത് കാട്ടിലേക്കാണ്. ഇവർ ചെറിയ കുട്ടികളാവുമ്പോൾ അവിടെ ഒരു വീടുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിനെ ഇവർ ക്ലബ് ഹൗസ് എന്നാണ് വിളിച്ചിരുന്നത്. അതിന്റെ ഉള്ളിലേക്കാണ് മൈക്ക് എല്ലാവരും വിളിച്ചുകൊണ്ട് പോകുന്നത്. അങ്ങനെ അവിടെ വെച്ചിട്ട് മൈക്ക് ഇപ്പോൾ മറ്റൊരു കാര്യം പറയാണ്. നമുക്ക് ആ റിച്വൽ നടത്തണം എന്നുണ്ടെങ്കിൽ വേറെ ചില കാര്യങ്ങൾ കൂടെ ചെയ്യേണ്ടതുണ്ട്. അതായത് 27 വർഷങ്ങൾക്ക് മുമ്പ് നമ്മളെല്ലാവരും ഉപയോഗിച്ചിരുന്ന എന്തെങ്കിലും ചില കാര്യങ്ങൾ എടുത്തുകൊണ്ട് വരണം. അത് ഉപയോഗിച്ചിട്ടേ നമുക്ക് ആ റിച്വൽ നടത്താൻ പറ്റൂ എന്നാണ് മൈക്ക് പറയുന്നത്. അങ്ങനെ ആ ഡിസ്കഷന് ശേഷം ബെവർലി ഇപ്പം നേരെ പോയിരിക്കുന്നത് അവൾ പണ്ട് താമസിച്ചിരുന്ന അവളുടെ വീട്ടിലേക്കാണ്. അവൾ ഇപ്പം അങ്ങോട്ട് ചെല്ലുമ്പോൾ അവിടെ പ്രായമുള്ള ഒരു സ്ത്രീയാണ് താമസിക്കുന്നത്. അങ്ങനെ ബെവർലി കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ആ ലേഡി അവൾ അകത്തേക്ക് ക്ഷണിച്ചു. ഈ സമയം എനിക്ക് ഇവിടുത്തെ ചില കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ടെന്നും പറഞ്ഞിട്ട് ബെവർലി ഇപ്പം അവൾ കഴിഞ്ഞിരുന്ന ആ റൂമിന്റെ അകത്തേക്ക് പോവാണ്. അവിടെ അവളുടെ പഴയ ചില കാര്യങ്ങളൊക്കെ അവൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതെല്ലാം അവൾ പുറത്തേക്ക് എടുക്കുകയാണ്. ആ കൂട്ടത്തിൽ ഒരു പാക്കറ്റ് സിഗരറ്റ് ഉണ്ട്, പിന്നെ ഒരു കീ ഉണ്ട്. ഇതൊന്നും കൂടാതെ ബെൻ അവൾക്ക് എഴുതിയ ഗ്രീറ്റിംഗ്സ് കാർഡ് ഉണ്ടല്ലോ, അതും ഇരിക്കുന്നുണ്ട്. അവൾ അതെല്ലാം പുറത്തേക്ക് എടുത്തു. അതിൽ ഈ ഗ്രീറ്റിംഗ്സ് കാർഡ് ബില്ല് എഴുതിയതാണ് എന്നാണ് അവൾ വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെ അതെല്ലാം എടുത്തതിന് ശേഷം അവൾ ആ വീടിന്റെ ഹാളിലേക്ക് തിരിച്ചു ചെന്നു. എന്നിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ആ ലേഡി അവളുടെ അടുത്തേക്ക് വരുന്നത്. അതിൽ ആ ലേഡിയുടെ രൂപമൊക്കെ മാറിയിട്ടുണ്ട്. അതിപ്പോ ഒരു ഭീകര രൂപയാണ്. വന്ന ഉടനെ തന്നെ ആ ലേഡി അവളെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. അവളാണെങ്കിൽ പേടിച്ച് അവിടെ ഓടുകയാണ്. അങ്ങനെ കുറെ ഓടി ഒരു ഹാളിലേക്ക് എത്തുമ്പോഴാണ് അപ്പുറത്തെ റൂമിലായിട്ട് ഒരു മനുഷ്യനിരിക്കുന്ന അവൾ കാണുന്നത്. അത് പെന്നിവൈസ് ആയിരുന്നു. ഇപ്പൊ അവൾ അങ്ങോട്ട് വന്ന് കാണുമ്പോൾ പെന്നിവൈസ് അവളെ നോക്കിയിട്ട് വല്ലാത്തൊരു ചിരിയിരിക്കുകയാണ്. അത് കണ്ടതും അവൾ വേഗം ആ വീട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങിയിട്ട് അവിടുത്തെ വാതിലടക്കുകയും ചെയ്തു. ഇതേസമയം തന്നെ റിച്ചി ആണെങ്കിൽ നേരെ പോകുന്നത് അവർ പണ്ട് ഗെയിം കളിച്ചിരുന്ന ഒരു ഗെയിമിംഗ് സെന്ററിലേക്കാണ്. എന്നാൽ ഇപ്പൊ അതൊക്കെ തകർന്നു നടക്കുന്നുണ്ട്. അവൻ അവിടെ ചെന്ന് സെർച്ച് ചെയ്യുമ്പോൾ അവൻ അവിടെ നിന്നും പണ്ടത്തെ ഒരു കോയിൻ കിട്ടി. ഈ സമയം അവന്റെ പാസ്റ്റിലെ ഒരു കാര്യമാണ് അവന് ഓർക്കുന്നത്. അതായത് റിച്ചിയും വേറൊരുത്തനും കൂടെ അവിടെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഗെയിം കളിയൊക്കെ കഴിഞ്ഞിട്ട് ആ പയ്യൻ അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോഴാണ് റിച്ചി പിന്നെ അവനെ വിളിക്കുന്നത്. നീ പോവാണോ, നമുക്ക് ഒരു കളിയും കൂടെ കഴിഞ്ഞിട്ട് പോയാൽ പോരെ എന്നാണ് അവൻ ചോദിക്കുന്നത്. എന്നാൽ ഈ സമയം റിച്ചിയുടെ ആ ചോദ്യത്തിൽ ആ പയ്യൻ എന്തോ ഒരു പന്തികേട് തോന്നുന്നുണ്ട്. നീ എന്താ ഞാൻ നിന്റെ ബോയ് ഫ്രണ്ട് ആണെന്നാണ് വിചാരിച്ചിരിക്കുന്നത് എന്നാണ് ആ പയ്യൻ ചോദിക്കുന്നത്. ഇതിൽ നിന്നും ഈ റിച്ചി ഒരു ഹോമോസെക്ഷൽ ആണ് എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ ആ പയ്യൻ അവിടെ നിന്ന് ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആ ഹെൻറി അങ്ങോട്ട് വരുന്നത്. ഈ പയ്യൻ ഹെൻറിയുടെ കസിനാണ്. ഇപ്പൊ ആ പയ്യൻ അവിടെ കിടന്ന് ബഹളം വെക്കുന്ന കാണുമ്പോൾ ഹെൻറി ആണെങ്കിൽ റിച്ചിയുടെ അടുത്ത് വല്ലാതെ ദേഷ്യപ്പെടാൻ തുടങ്ങി. നീ എന്റെ കസിനെ വളച്ചെടുക്കാൻ നോക്കുകയാണല്ലേ, മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോടാന്നും പറഞ്ഞിട്ട് ഹെൻറി റിച്ചി അവിടെ നിന്ന് ഇറക്കി വിടാണ്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം റിച്ചി നേരെ അവിടെ ഒരു ഗ്രൗണ്ടിലേക്ക് ചെന്നു. അവിടെ വലിയൊരു പ്രതിമ വെച്ചിട്ടുണ്ട്. റിച്ചി ആണെങ്കിൽ വല്ലാത്ത വിഷമത്തോടെ അവിടുത്തെ ഒരു ബെഞ്ചിലിരിക്കുകയാണ്. എന്നാൽ പെട്ടെന്നാണ് ആ പ്രതിമയ്ക്ക് ജീവൻ വയ്ക്കുന്നത്. ഞാൻ നിനക്കൊരു ഉമ്മ തരട്ടെ എന്ന് ചോദിച്ചിട്ട് ആ പ്രതിമ ഇപ്പൊ അലറിക്കൊണ്ട് റിച്ചിയുടെ അടുത്തേക്ക് വരികയാണ്. അത് കാണുമ്പോൾ റിച്ചി അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടാൻ തുടങ്ങി. എന്നാൽ ഓടുന്ന വഴിക്ക് അവൻ താഴേക്ക് വീണു. അവൻ നോക്കുമ്പോൾ പ്രതിമയാണെങ്കിൽ അവന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്നാൽ അത് റിയൽ അല്ല എന്ന കാര്യം റിച്ചിക്ക് അറിയാം. അതുകൊണ്ട് തന്നെ അത് റിയൽ അല്ല എന്ന് പറഞ്ഞിട്ട് അവനെ തന്നെ ഇങ്ങനെ സമാധാനിപ്പിക്കുകയാണ്. അതോടുകൂടെ ആ പ്രതിമ അപ്രത്യക്ഷമാവുകയും ചെയ്തു. ഇത്രയും കാര്യങ്ങളാണ് അവനിപ്പോൾ ഓർക്കുന്നത്. അതെല്ലാം ഓർത്തുകൊണ്ട് വലിയ റിച്ചി ഇപ്പം ആ ഗ്രൗണ്ടിൽ നിൽക്കുകയാണ്. ഇപ്പോഴും ആ പ്രതിമ അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്.
എന്നാൽ ഈ സമയത്താണ് ഞെട്ടിക്കുന്ന മറ്റൊരു കാഴ്ച അവൻ കാണുന്നത്. അത് പെന്നിവൈസ് ആയിരുന്നു. പെന്നിവൈസ് ഇപ്പം ആ പ്രതിമയുടെ മുകളിൽ ഇരിക്കുന്നുണ്ട്. അവന്റെ കയ്യിലാണെങ്കിൽ കുറെ ബലൂണും. അങ്ങനെ പെന്നിവൈസ് ഇപ്പം ആ ബലൂണിലും തൂങ്ങിയിട്ട് പതുക്കെ റിച്ചിയുടെ അടുത്തേക്ക് വരാൻ തുടങ്ങി. പെന്നിവൈസ് ഇപ്പൊ റിച്ചിയുടെ അടുത്തേക്ക് വരുന്ന കാണുമ്പോൾ ഇത് റിയൽ അല്ല എന്നൊക്കെ അവൻ സ്വയം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അത് റിയൽ ആയിരുന്നു. പെന്നിവൈസ് പലറിക്കൊണ്ട് അവന്റെ അടുത്തേക്ക് ഓടി വരികയാണ്. അത് കണ്ടതും റിച്ചി ആണെങ്കിൽ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയും ചെയ്തു. ഇതേ സമയത്ത് തന്നെ ബില്ലാണെങ്കിൽ ഇപ്പൊ സിറ്റിയിലൂടെ അങ്ങനെ നടക്കുകയാണ്. അതിനിടയിലാണ് അവിടെ സെക്കൻഡ് ഹാൻഡ് സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഒരു കടയിൽ അവന്റെ പഴയ സൈക്കിൾ കാണുന്നത്. അത് കാണുമ്പോൾ അവന് ഭയങ്കര സന്തോഷമായി. അവൻ വേഗം തന്നെ ആ സൈക്കിൾ വാങ്ങാൻ വേണ്ടി ആ കടയ്ക്കകത്തേക്ക് കയറാണ്. ഈ സമയം ആ കടക്കാരനോട് ഇരിക്കുന്നുണ്ട്. ഈ കടക്കാരൻ ആരാണെന്ന് മനസ്സിലായോ? ഇതാണ് സാക്ഷാൽ സ്റ്റീഫൻ കിങ്. ഹോളിവുഡിലെ ഒരു വിധത്തിലുള്ള കിടിലൻ ഹൊറർ സ്റ്റോറീസ് മുഴുവൻ എഴുതിയിരിക്കുന്നത് ഇയാളാണ്. ഇയാൾ തന്നെയാണ് ഈ ഇറ്റ് എന്ന് പറയുന്ന കഥ എഴുതിയിരിക്കുന്നത്. അങ്ങനെ ആ സൈക്കിൾ വേണം എന്നാണ് ബില്ല് ഇപ്പോൾ അയാളുടെ അടുത്ത് പറയുന്നത്. എന്നാൽ ആ കടക്കാരൻ പറയുന്നത് ആ സൈക്കിൾ നിനക്ക് വേണമെങ്കിൽ $300 തരണം എന്നാണ്. ബില്ലാണെങ്കിൽ അത് സമ്മതിക്കുകയും ചെയ്തു. അതിനെ തുടർന്ന് അവൻ ആ സൈക്കിൾ എടുത്തുകൊണ്ട് പോവാണ്. അങ്ങനെ അവൻ ആ സൈക്കിളുമായിട്ട് നേരെ പോകുന്നത് അവൻ പണ്ട് താമസിച്ച വീട്ടിലേക്കാണ്. ഇപ്പൊ അവൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ തന്നെ പണ്ടത്തെ കാലത്തെ കാര്യങ്ങളൊക്കെ അവൻ ഓർമ്മ വരുന്നുണ്ട്. അതായത് ആ മഴയുള്ള ദിവസം അവന്റെ അനിയനായ ജോർജി ആ ബോട്ടുമായിട്ട് വീട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി പോയതൊക്കെ. അതിൽ ഇപ്പൊ അവൻ നോക്കുമ്പോൾ വേറൊരു കുട്ടിയാണ് ആ വീട്ടിൽ താമസിക്കുന്നത്. ഈ പയ്യന്റെ പേര് ഡീൻ എന്നാണ്. അങ്ങനെ അടുത്തതായിട്ട് ബില്ല് പോകുന്നത് ജോർജിയെ കാണാതായ ആ ഓടയുടെ അടുത്തേക്കാണ്. അങ്ങനെ അവിടെ ഒന്ന് നോക്കിയതിനു ശേഷം തിരിച്ചു നടക്കാൻ തുടങ്ങുമ്പോഴാണ് ആ ഓടയിൽ നിന്നൊരു ശബ്ദം കേൾക്കുന്നത്. അത് ജോർജിയുടെ സൗണ്ടാണ്. അത് കേട്ടതും ബില്ല് വേഗം ആ ഓടയുടെ അടുത്തേക്ക് ചെന്നു. ഇപ്പൊ അവൻ നോക്കുമ്പോൾ ജോർജ് അവിടെ നിൽക്കുന്നവൻ കാണുന്നുണ്ട്. മാത്രമല്ല അവന്റെ കയ്യിലായിട്ട് ആ പഴയ ബോട്ടും. ബില്ല് ഇപ്പൊ ജോർജിയെ പിടിക്കാൻ വേണ്ടി അതിനകത്തേക്ക് കൈയിടാണ്. എന്നാൽ പെട്ടെന്നാണ് വേറെ കുറെ കൈകൾ വന്നിട്ട് ബില്ലിന്റെ കയ്യിൽ പിടിക്കുന്നത്. എന്നാൽ വളരെ കഷ്ടപ്പെട്ട് ബില്ലാണെങ്കിൽ അവന്റെ കൈ വലിച്ചെടുക്കുകയും ചെയ്തു. വലിച്ചെടുത്തതിന്റെ കൂട്ടത്തിൽ അവനിപ്പോൾ ആ ബോട്ടും കയ്യിൽ കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല ഇപ്പൊ അവൻ നോക്കുമ്പോൾ അവിടെ കൈകളൊന്നും കാണുന്നില്ല. ഈ സമയത്താണ് അവന്റെ വീട്ടിൽ താമസിക്കുന്ന ആ പയ്യൻ അങ്ങോട്ട് വരുന്നത്. ആ പയ്യനെ കണ്ട ഉടനെ തന്നെ ബില്ല് അവന്റെ അടുത്ത് ചോദിക്കുന്നത് ഈ ഓടയിൽ നിന്നും നീ എന്തെങ്കിലും ശബ്ദം കേൾക്കാറുണ്ടോന്നാണ്. അതേക്കുന്ന ആ പയ്യൻ പറയുന്നത് ഇവിടെ നിന്ന് ഞാനൊന്നും കേട്ടിട്ടില്ല, പക്ഷെ എന്റെ ബാത്ടബിൽ ഞാൻ കുളിക്കുമ്പോൾ അവിടുത്തെ പൈപ്പിൽ നിന്ന് ശബ്ദം കേൾക്കാറുണ്ട് എന്നാണ് ആ പയ്യൻ പറയുന്നത്. അതിൽ നിന്നും പെന്നിവൈസ് അവനെയും നോട്ടം ഇട്ടിട്ടുണ്ട് എന്ന കാര്യം ബില്ലിന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ബില്ല് ഇപ്പൊ അവനോട് പറയുന്നത് നീ എന്തെങ്കിലും കാരണങ്ങളൊക്കെ നിന്റെ അച്ഛനോടും അമ്മയോടും പറഞ്ഞിട്ട് ഈ സിറ്റിയിൽ നിന്നേ പോവാൻ നോക്ക് എന്നാണ് ബില്ല് പറയുന്നത്. അവനിങ്ങനെ സംസാരിക്കുന്നത് വല്ലാത്തൊരു വെപ്രാളത്തോടെയാണ്. അതെല്ലാം കാണുമ്പോൾ ആ പയ്യന് ശരിക്കും പേടിയായി. അതുകൊണ്ട് തന്നെ ഇവിടെ അടുത്തൊരു ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്, എനിക്ക് അങ്ങോട്ട് പോകണമെന്നും പറഞ്ഞിട്ട് ആ പയ്യൻ വേഗം അങ്ങോട്ട് പോവാണ്. ഇതേ സമയം തന്നെ ബെന്നാണെങ്കിൽ നേരെ പോയിരിക്കുന്നത് അവർ പഠിച്ച പണ്ടത്തെ സ്കൂളിലേക്കാണ്. അവൻ അവിടുത്തെ പ്രൊജക്ട് റൂമിലേക്ക് ചെല്ലുമ്പോൾ പഴയ ചില കാര്യങ്ങളൊക്കെ അവൻ ഓർമ്മ വരുന്നുണ്ട്. അതായത് ബെൻ ആ പ്രൊജക്ട് റൂമിൽ ഇരിക്കുന്ന സമയത്താണ് ബെവർലി അവന്റെ അടുത്തേക്ക് വരുന്നത്. അങ്ങനെ അവളോട് സംസാരിച്ച് കഴിയുമ്പോൾ അത് ഒറിജിനൽ ബെവർലി അല്ല എന്ന കാര്യം അവന് മനസ്സിലായി. പെട്ടെന്നാണ് ബെവർലിയുടെ രൂപം മാറുന്നത്. അവളുടെ തലയിൽ ഇങ്ങനെ തീ പിടിച്ചിട്ടുണ്ട്. അത് കാണുമ്പോൾ ബെന്ന് വേഗം തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടുകയാണ്. ആ രൂപവും അവനെ ഫോളോ ചെയ്ത് വരുന്നുണ്ട്. അങ്ങനെ ആ രൂപം അവനെ ഫോളോ ചെയ്യുന്ന കാണുമ്പോൾ ബെൻ നേരെ ഓടി കയറുന്നത് അവന്റെ ഷെൽഫിനകത്തേക്കാണ്. എന്നിട്ട് ആ ഡോറ് ക്ലോസ് ചെയ്തിട്ട് അവൻ അതിനകത്ത് പതുങ്ങിയിരുന്നു. ഈ സമയത്താണ് ബെവർലി പണ്ട് അവന്റെ ഓട്ടോഗ്രാഫിൽ എഴുതി കൊടുത്ത ആ പേപ്പർ അവന് കിട്ടുന്നത്. അത് അവൻ അതിൻ്റെ അകത്താണ് സൂക്ഷിച്ചിരുന്നത്. എന്നാൽ പെട്ടെന്നാണ് അവന്റെ പുറകിൽ ആ പെന്നിവൈസ് വരുന്നത്. അതിനെ കണ്ടതും ബെന്ന് വേഗം ആ ഷെൽഫിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഈ സമയം പെന്നിവൈസും അവനെ പിടിക്കാൻ വേണ്ടി അവന്റെ അടുത്തേക്ക് വരികയാണ്. അങ്ങനെ ബെൻ വേഗം അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടാൻ തുടങ്ങി. ഈ സമയത്താണ് ഒരു സെക്യൂരിറ്റി അങ്ങോട്ട് വരുന്നത്. പിന്നീട് ബെൻ തിരിഞ്ഞു നോക്കുമ്പോൾ പെന്നിവൈസിനെ കാണുന്നില്ല. ഇത്രയും കാര്യങ്ങളാണ് ബെൻ ഇപ്പോൾ ഓർക്കുന്നത്. അങ്ങനെ ആ പഴയ പേപ്പർ എടുത്തിട്ട് ബെൻ വേഗം സ്കൂളിൽ നിന്ന് പോവാണ്. ഇതേ സമയം തന്നെ എഡ്ഡി ആണെങ്കിൽ അവൻ ഇടയ്ക്കിടയ്ക്ക് പോകാറുള്ള ആ മെഡിക്കൽ ഷോപ്പിലേക്കാണ് പോകുന്നത്. അവൻ അവിടേക്ക് ചെന്നിട്ട് ഒരു ഇൻഹേലർ മേടിച്ചു. ഈ സമയം അവൻ ഓർക്കുന്നത് കുട്ടിക്കാലത്ത് നടന്നൊരു സംഭവമാണ്. അവൻ മേടിച്ചൊരു ഇൻഹേലറുമായിട്ട് അവിടെയുള്ള താഴെ അണ്ടർഗ്രൗണ്ടിലേക്ക് ചെന്നു. അത് വളരെ പഴകിയ റൂമാണ്. ഈ സമയം അവൻ അങ്ങോട്ട് ചെന്ന് നോക്കുമ്പോൾ അവന്റെ അമ്മയുടെ നിലവിളി അവിടെ കേൾക്കുന്നുണ്ട്. അവൻ അവിടേക്ക് ചെന്ന് നോക്കുമ്പോൾ അവന്റെ അമ്മ അവിടെ കെട്ടിയിട്ടിരിക്കുകയാണ്. അവൻ എന്ത് കാണിച്ചിട്ടും അവരവിടുന്ന് മോചിപ്പിക്കാൻ പറ്റുന്നില്ല. ഈ സമയത്താണ് ഫസ്റ്റ് പാർട്ടിൽ അവൻ കണ്ട ആ ഭീകര രൂപമുണ്ടല്ലോ, അതിന്റെ പേര് ലീപ്പർ എന്നാണ്. അതിപ്പോൾ അങ്ങോട്ട് വരുന്നത്. അതിനെയും അവിടെ കെട്ടിയിട്ടിട്ടുണ്ട്. അങ്ങനെ ലീപ്പർ വേഗം വന്നിട്ട് അവന്റെ അമ്മയെ അറ്റാക്ക് ചെയ്യാണ്. അത് കണ്ടതും എഡ്ഡി ആണെങ്കിൽ പേടിച്ച് അവിടെ നിന്ന് ഓടുകയും ചെയ്തു. ഇത്രയുമാണ് അവൻ ഓർക്കുന്നത്. ഈ ഒരു സമയത്തും വലിയ എഡ്ഡിയും അവിടെ തന്നെയാണ് നിൽക്കുന്നത്. അങ്ങനെ അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ആ ലീപ്പർ വീണ്ടും അവന്റെ അടുത്തേക്ക് വരുന്നത്. എന്നാൽ ഇത്തവണ എഡ്ഡി പേടിക്കുന്നില്ല. അവനിപ്പം അതിന്റെ കഴുത്തിന് പിടിച്ച് ഞെക്കുകയാണ്. അതോടുകൂടെ ആ ലീപ്പർ അവിടെ നിന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്തു. അങ്ങനെ അതവിടെ നിന്ന് പോയി കഴിയുമ്പോൾ എഡ്ഡി ആണെങ്കിൽ വേഗം തന്നെ കടലിൽ നിന്ന് വെളിയിലേക്ക് പോവാണ്. അങ്ങനെ എഡ്ഡി ഇപ്പം അവരുടെ ഹോട്ടലിലേക്ക് തിരിച്ചെത്തി. ഈ സമയം ബെവർലി അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷെ അവൻ ഒരു കാര്യം പോലും അവളുടെ അടുത്ത് പറയുന്നില്ല. അങ്ങനെ അവൻ അവിടെ നിന്ന് പോയി കുറച്ച് സമയം കഴിയുമ്പോൾ ബില്ലും അങ്ങോട്ട് എത്തി. ഇപ്പൊ ബില്ലും ബെവർലിയും സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അവിടുത്തെ കോണിപ്പടികളിൽ നിന്നും ഒരു സ്കേറ്റിംഗ് ബോർഡ് ഇറങ്ങി വരുന്നത്. അതിപ്പോ താഴേക്ക് വന്നു കഴിയുമ്പോൾ അതിൽ നിന്നും ബ്ലഡ് മുകളിലേക്ക് പൊന്താൻ തുടങ്ങി. ഈ സമയം ബില്ല് വേഗം ചെന്നിട്ട് ആ സ്കേറ്റിംഗ് ബോർഡ് മറിച്ചിട്ട് നോക്കി. അതിൽ ചോര കൊണ്ട് ഒരു കാര്യം എഴുതി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ നേരത്തെ കണ്ട ആ ഡീൻ എന്ന് പറഞ്ഞ പയ്യനെ കുറിച്ചാണ്. അത് കണ്ടപ്പോൾ തന്നെ ബില്ലിന് കാര്യം മനസ്സിലായി. എന്നാൽ ബെവർലിക്കൊന്നും മനസ്സിലായിട്ടില്ല. ഇതെന്താണ് സംഭവം എന്നാണ് അവള് ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ ഇത് ആ പയ്യന്റെ കാര്യമാണ്.
കുറച്ചു മുമ്പേ ഞാൻ അവനെ മീറ്റ് ചെയ്തിട്ടുള്ളൂ. അവനാണ് ഇപ്പൊ എന്റെ വീട്ടിൽ താമസിക്കുന്നത്. പെന്നിവൈസ് ഇപ്പൊ അവനെയും നോട്ടം ഇട്ടിട്ടുണ്ട്. അവനിപ്പോ എവിടെയുണ്ട് എന്ന കാര്യം എനിക്കറിയാം. അവൻ ഉടനെ തന്നെ രക്ഷിച്ചേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് ആരെയും കൂട്ടാതെ ബില്ല് വേഗം ആ ഫെസ്റ്റിവൽ നടക്കുന്ന സ്ഥലത്തേക്ക് പോവാണ്. ഈ സമയം തന്നെ ഇവരറിയാതെ റിച്ചി ആ ഹോട്ടലിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി. അവന് നന്നായിട്ട് പേടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഉടനെ തന്നെ ആരോടും പറയാതെ അവൻ അവന്റെ വണ്ടി എടുത്തിട്ട് അവിടെ എസ്കേപ്പ് ആവാണ്. ഈ സമയം തന്നെ എഡ്ഡി ആണെങ്കിൽ അവന്റെ റൂമിൽ നിന്നിട്ട് മുഖം കഴുകാണ്. അതിനിടയിലാണ് ആ ഹെൻറി അങ്ങോട്ട് വരുന്നത്. ഹെൻറി വന്ന ഉടനെ തന്നെ അവന്റെ കയ്യിലെ കത്തി എടുത്തിട്ട് എഡ്ഡിയുടെ മോന്തയ്ക്ക് ഒരു കുത്തു കൊടുക്കുകയാണ്. അത് അവന്റെ മോന്തയ്ക്ക് തുളഞ്ഞു കയറുകയും ചെയ്തു. എന്നാൽ എഡ്ഡി വിട്ടു കൊടുക്കുന്നില്ല. അവൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കർട്ടന്റെ പുറകിലേക്ക് ചെന്നു. എന്റെ ആ കത്തി ഊരിയെടുത്ത് ആ കർട്ടനും ചേർത്തിട്ട് ആ ഹെൻറിയുടെ നെഞ്ചിലൊരു കുത്തു കൊടുക്കുകയാണ്. അതോടുകൂടെ അവൻ അവിടെ സ്റ്റക്കായി. ഈ സമയം എഡ്ഡി ആണെങ്കിൽ ആ റൂമിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുകയും ചെയ്തു. ഇപ്പൊ അവന്റെ കരച്ചിൽ കേട്ടിട്ട് ബെവർലിയും ബെന്നും അങ്ങോട്ട് എത്തി. അവൻ ആ കുത്തു കൊണ്ടതൊക്കെ കണ്ട് ബെവർലി ആണെങ്കിൽ ശരിക്കും ഞെട്ടി നിൽക്കുകയാണ്. ഈ സമയം ബെൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഹെൻറി അന്വേഷിച്ച് അവന്റെ റൂമിലേക്ക് നോക്കി. എന്നാൽ ഹെൻറി അവിടെ ഉണ്ടായിരുന്നില്ല. ഈ സമയം അവൻ വെളിയിലേക്ക് നോക്കുമ്പോൾ ഹെൻറി ഇപ്പോൾ റോഡിൽ നിൽക്കുന്നുണ്ട്. അവൻ ഒരു കുഴപ്പം പറ്റിയിട്ടില്ല. അവൻ കൂളായിട്ട് അവന്റെ നെഞ്ചിൽ നിന്ന് ആ കത്തി ഉരിയെടുത്തു. അതിനുശേഷം ആ പാട്രിക്കിന്റെ വണ്ടിയിലേക്ക് കയറിയിട്ട് വേഗം അവിടുന്ന് പോവാണ്. ഈ സമയം തന്നെ ബില്ലാണെങ്കിൽ ആ ഫെസ്റ്റിവൽ നടക്കുന്ന സ്ഥലത്തേക്ക് എത്തി. അവനിപ്പം ആ ഡീനെ അന്വേഷിച്ച് നടക്കുകയാണ്. ഡീൻ ഇപ്പം അതിനകത്തുള്ള റൈഡിന്റെ അകത്തേക്ക് കയറിയിട്ടുണ്ട്. അതുകൊണ്ട് ബില്ലും ഇപ്പൊ ആ റൈഡിന്റെ അകത്തേക്ക് കയറാണ്. അങ്ങനെ ആ റൈഡിന്റെ അകത്തേക്ക് കയറി ഒരു സ്ഥലത്തേക്ക് എത്തുമ്പോൾ അവിടെ മൊത്തം കണ്ണാടികളാണ്. ഈ സമയം അവൻ അവിടെ ഡീനെ കാണുകയും ചെയ്തു. എന്നാൽ ബില്ലിന് ഡീനെ രക്ഷിക്കാൻ പറ്റുന്നില്ല. അവനിപ്പോ ഒരു കണ്ണാടിക്കൂടിനകത്താണ്. മാത്രമല്ല ഈ സമയമാകുമ്പോഴേക്കും അവന്റെ അപ്പുറത്തായിട്ട് പെന്നിവൈസും വന്നു. അത് കണ്ടതും ബില്ല ആ കണ്ണാടിയൊക്കെ പൊളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അവനെ കൊണ്ട് സാധിക്കുന്നില്ല. അപ്പോഴേക്കും പെന്നിവൈസ് ആ കണ്ണാടി പൊട്ടിച്ചു. എന്നിട്ട് പെട്ടെന്ന് തന്നെ ആ പയ്യനെ കടിക്കുകയാണ്. അതൊക്കെ കണ്ട് വളരെ നിസ്സഹായനായിട്ട് നിൽക്കാൻ മാത്രമേ ബില്ലിനെ കൊണ്ട് സാധിക്കുന്നുള്ളൂ. അങ്ങനെ സമയം രാത്രി. മൈക്ക് ഇപ്പൊ ആ ലൈബ്രറിക്കകത്ത് നിൽക്കുകയാണ്. ഈ സമയത്താണ് ആ ഹെൻറി അങ്ങോട്ട് വരുന്നത്. ഹെൻറി ഉടനെ തന്നെ മൈക്കിനെ പിടിച്ചിടിക്കാൻ തുടങ്ങി. അവനിപ്പോ ആ കത്തി വെച്ചിട്ട് മൈക്കിനെ കുത്താൻ തുടങ്ങാണ്. എന്നാൽ പെട്ടെന്നാണ് റിച്ചി അങ്ങോട്ട് വന്നിട്ട് ഹെൻറിയുടെ തലയിൽ ഒരു മഴ വെച്ച് വെട്ടുന്നത്. അതോടുകൂടെ ഹെൻറിയുടെ പണി തീർന്നു. റിച്ചി ഇപ്പം വീണ്ടും അവരുടെ അടുത്തേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. അങ്ങനെ ആ ശബ്ദമൊക്കെ കേട്ട് ബെവർലിയും ബെന്നും അങ്ങോട്ട് എത്തി. എന്നാൽ ഈ സമയം മൈക്ക് നോക്കുമ്പോൾ ഇവരുടെ കൂട്ടത്തിൽ വില്ലില്ല. അവനിപ്പോ എവിടെ പോയി എന്നാണ് അവൻ ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ ബെവർലി കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിനെ തുറന്ന് മൈക്ക് വേഗം ബില്ലിനെ വിളിക്കുകയാണ്. ഈ സമയം ബില്ലാണെങ്കിൽ ആ ഫെസ്റ്റിവൽ നടക്കുന്ന സ്ഥലത്ത് തന്നെയാണ്. ആ പയ്യൻ മരിച്ചതുകൊണ്ട് അവന് വല്ലാത്തൊരു വിഷമമുണ്ട്. അതുകൊണ്ട് തന്നെ മൈക്ക് വിളിച്ചപ്പം ബില്ല് പറയുന്നത് ആ പെന്നിവൈസ് ആ പയ്യനെയും കൊന്നു. ഇനി ഞാൻ അവനെ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. അവന്റെ പണി ഞാൻ ഒറ്റയ്ക്ക് തീർക്കാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് ബില്ല് ഫോൺ കട്ട് ചെയ്തു. അങ്ങനെ ആ ഫോൺ കട്ടായി കഴിയുമ്പോൾ മൈക്ക് ബാക്കിയുള്ളവരുടെ അടുത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ഒറ്റയ്ക്ക് പെന്നിവൈസിനെ കൊല്ലാൻ പോവാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അത് അവനെ കൊണ്ട് സാധിക്കത്തില്ല. പെന്നിവൈസിനെ കൊല്ലണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ആ റിച്വൽ നടത്തിയേ പറ്റൂ. അതിന് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം എന്നാണ് മൈക്ക് പറയുന്നത്. അതേക്കുന്ന പെന്നു വയ്ക്കുന്നത് ഈ വില്ല് ഇപ്പൊ എങ്ങോട്ടായിരിക്കും പോയിട്ടുണ്ടാവുകയെന്നാണ്. അതേക്കുന്ന ബെവർലി പറയുന്നത് അവൻ പെന്നിവൈസിനെ പിടിക്കാൻ പോവാണ് എന്നല്ലേ പറഞ്ഞത്. പെന്നിവൈസിനെ അവൻ പിടിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അത് ആ വെൽ ഹൗസിലേക്കാവും എന്നാണ് ബെവർലി പറയുന്നത്. അങ്ങനെ കുറച്ച് സമയം കൂടെ കഴിഞ്ഞു. ബില്ലിപ്പം ആ വെൽ ഹൗസിന് മുമ്പിലേക്ക് എത്തി. എന്നാൽ അവൻ അതിന്റെ അകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോഴാണ് ബാക്കി എല്ലാവരും അങ്ങോട്ട് വരുന്നത്. ഫസ്റ്റ് പാർട്ട് കണ്ട പോലെ തന്നെ അവൻ ഒറ്റയ്ക്ക് പോകാൻ അവർ സമ്മതിക്കുന്നില്ല. നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ചെന്ന് നേരിടാം എന്നാണ് അവർ പറയുന്നത്. ബില്ലാണെങ്കിൽ അത് സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ എല്ലാവരും കൂടെ ആ പെന്നിവൈസിനെ പണി തീർക്കാൻ ആ വീട്ടിന്റെ അകത്തേക്ക് പോവാണ്. അങ്ങനെ ആ വീട്ടിന്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞപ്പം അവരെ ആദ്യം അറ്റാക്ക് ചെയ്യാൻ വരുന്നത് അവരുടെ ഫ്രണ്ടായ സ്റ്റാൻലിയാണ്. എന്നാൽ അവൻ അവന്റെ യഥാർത്ഥ രൂപത്തിലല്ല, അവന്റെ തല മാത്രമേ ഉള്ളൂ. എന്നാൽ ആ തലയിരിക്കുന്നത് എട്ടുകാലിയുടെ രൂപത്തിലും. അങ്ങനെ പെട്ടെന്ന് തന്നെ അത് വന്നിട്ട് ഇവർ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. കുറെ നേരത്തെ ഫൈറ്റിന് ശേഷം വളരെ കഷ്ടപ്പെട്ടാണ് അവരെല്ലാവരും കൂടെ അതിനെ കീഴ്പ്പെടുത്തിയത്. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവർ വേഗം തന്നെ ആ കിണറിന്റെ അകത്തേക്ക് ഇറങ്ങി. അതിനുശേഷം പെന്നിവൈസിനെ അന്വേഷിച്ച് നടക്കുകയാണ്. അങ്ങനെ കുറെ നടന്ന് അവരിപ്പോ വെള്ളമുള്ള ഒരു സ്ഥലത്തേക്ക് എത്തി. ബാക്കി എല്ലാവരും അതിന്റെ അപ്പുറത്തേക്ക് കയറി. എന്നാൽ ബെവർലി ഇപ്പോഴും ആ വെള്ളത്തിൽ തന്നെയാണ്. പെട്ടെന്നാണ് നമ്മൾ നേരത്തെ കണ്ട ആ പ്രായമായ സ്ത്രീ വന്നിട്ട് ബെവർലി പിടിക്കുന്നത്. അത് ഉടനെ തന്നെ ബെവർലിയും കൊണ്ട് വെള്ളത്തിന്റെ അടിയിലേക്ക് പോവാണ്. അത് കണ്ടതും എഡ്ഡി ഒഴികെ ബാക്കി എല്ലാവരും ആ വെള്ളത്തിന്റെ അടിയിലേക്ക് ചാടി. കുറച്ച് സമയത്തിന് ശേഷം അവർ ബെവർലിയും കൊണ്ട് തിരിച്ചു വരികയും ചെയ്തു. അങ്ങനെ എല്ലാവരും കൂടെ അടുത്തതായിട്ട് പോകുന്നത് ആ സ്ഥലത്തുള്ള ഒരു പ്രത്യേക സ്ഥാനത്തേക്കാണ്. അവിടെ ഒരു കാര്യം മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവരത് തുറന്നു കഴിയുമ്പോൾ വളരെ ഇടുങ്ങിയ ഒരു കിണറാണ്. ഇനിയിപ്പം അവർക്ക് അതിന്റെ താഴേക്കാണ് ഇറങ്ങി പോകേണ്ടത്. അങ്ങനെ വേഗം തന്നെ എല്ലാവരും ആ കിണറിന്റെ അകത്തേക്ക് ഇറങ്ങാണ്. അങ്ങനെ അതിലെ ഇറങ്ങി അവരിപ്പോൾ പ്രത്യേക ഒരു സ്ഥാനത്തേക്ക് എത്തി. ഇവിടെയാണ് പെന്നിവൈസിന്റെ താവളം. ഇവിടെ വെച്ചിട്ടാണ് ആ റിച്വൽ ചെയ്യേണ്ടത്. അങ്ങനെ എല്ലാവരും കൂടെ ആ സ്ഥലത്തേക്ക് ചെന്നിട്ട് ആ റിച്വൽ ചെയ്യാനുള്ള പരിപാടിയൊക്കെ തുടങ്ങി. അതിനുവേണ്ടി മൈക്ക് ആ കൂടെ എടുത്തിട്ട് താഴേക്ക് വെച്ചു. എന്നിട്ട് അവർ കളക്ട് ചെയ്ത അവരുടെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം അതിന്റെ അകത്തേക്ക് ഇട്ടു. അതിനുശേഷം അവരെ റിച്വൽ ആരംഭിക്കുകയും ചെയ്തു. അങ്ങനെ ഈ ഒരു പ്രോസസ്സ് നടക്കുമ്പോഴാണ് മുകളിൽ നിന്നും 3 പ്രകാശ ഗോളങ്ങൾ വരുന്നത്. അത് 3 കൂടെ താഴേക്ക് വന്നിട്ട് ആ കൂടയ്ക്കുള്ളിലേക്ക് കയറാണ്. അങ്ങനെ അത് കയറി കഴിഞ്ഞതും മൈക്ക് വേഗം ആ കൂട അടച്ചു. എന്നാൽ അവർ വിചാരിച്ച പോലെ ആയിരുന്നില്ല കാര്യങ്ങൾ. ആ കൂട അടച്ചു കഴിഞ്ഞതും അതിൽ നിന്നും ഒരു ബലൂൺ വീർത്തു വരാൻ തുടങ്ങി. എന്നാൽ ചെറിയ ബലൂൺ ആയിരുന്നില്ല, നല്ല വലുപ്പം ഉണ്ടായിരുന്നു. അതിങ്ങനെ മൊത്തത്തിൽ വീർത്തു വന്നതിന് ശേഷം പെട്ടെന്ന് അത് പൊട്ടിപ്പോവാണ്. അതോടുകൂടെ എല്ലാവരോടും തെറിച്ചു പോവുകയും ചെയ്തു. എന്താണ് സംഭവിച്ചത് എന്ന് ആർക്കും മനസ്സിലായിട്ടില്ല. ഈ സമയത്താണ് പെന്നിവൈസ് അങ്ങോട്ട് വരുന്നത്.
പെന്നിവൈസ് അങ്ങോട്ട് വന്നിട്ട് എല്ലാവരും ശരിക്കും കളിയാക്കാൻ തുടങ്ങി. അവരിപ്പോ മൈക്കിനോട് പറയുന്നത്, അപ്പൊ നീ ഇവരെ കളവ് പറഞ്ഞിട്ടാണല്ലോ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത്, ഈ റിച്ചില് വർക്കാവുന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് എന്തുകൊണ്ട് വർക്കായില്ല? ആ നേറ്റീവ് അമേരിക്കൻസ് ഒക്കെ ഈ റിച്ചില് ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ നടത്തി എന്നല്ലേ നീ ഇവരെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുന്നത്? എന്നാൽ അത് സത്യമാണോ എന്നാണ് പെന്നിവൈസ് ചോദിക്കുന്നത്. പെന്നിവൈസിന് ആ ചോദ്യം കേൾക്കുമ്പോൾ ബാക്കി എല്ലാവർക്കും ശരിക്കും ദേഷ്യം വന്നു. അപ്പൊ നീ ഞങ്ങളെ കളവ് പറഞ്ഞിട്ടാണ് അങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത് എന്നാണ് അവരെല്ലാവരും മൈക്കിന്റെ അടുത്ത് ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ മൈക്ക് ആ സത്യം വെളിപ്പെടുത്തുകയാണ്. ആ നേറ്റീവ് അമേരിക്കൻസ് ചെയ്ത ആ റിച്വല് വർക്കായിട്ടുണ്ടായിരുന്നില്ല. അതിന് കാരണം മറ്റൊന്നുമല്ല, ഇത് വർക്കാവും എന്ന കാര്യം അവർ വിശ്വസിക്കാത്തതുകൊണ്ടാണ്. നമ്മൾ ഇത് വിശ്വസിച്ച് ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഇത് വർക്കാവും എന്നാണ് മൈക്ക് പറയുന്നത്. എന്നാൽ ഈ സമയത്താണ് ആ കൂടയിൽ നിന്നും ആ 3 പ്രകാശഗോളങ്ങളും മുകളിലേക്ക് തെറിച്ചു പോകുന്നത്. അതിനെ തുടർന്ന് പെന്നിവൈസിന്റെ രൂപം വല്ലാണ്ട് വലുതാവാൻ തുടങ്ങി. മാത്രമല്ല അവനിപ്പം ഒരു ഞെണ്ടിനെ പോലെയാണ് ഇരിക്കുന്നത്. ഈ സമയം പെന്നിവൈസ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 27 വർഷമായിട്ട് ഞാൻ നിങ്ങളെയാണ് കാത്തിരിക്കുന്നത്, ഇപ്പൊ ആ ഒരു നിമിഷം വന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് പെന്നിവൈസ് ഇപ്പം അവരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി അവരുടെ അടുത്തേക്ക് വരാൻ തുടങ്ങി. അത് കണ്ടതും ബാക്കി എല്ലാവരും അവിടെ നിന്ന് ഓടുകയാണ്. എന്നാൽ മൈക്ക് മാത്രം അവിടെ നിന്നു. ഈ സമയം പെന്നിവൈസ് മൈക്കിനെ കുത്താൻ വേണ്ടി അവന്റെ കൈ പൊക്കി. എന്നാൽ അപ്പോഴേക്കും ബാക്കിയുള്ളവർ വന്നിട്ട് മൈക്കിനെ അവിടുന്ന് പിടിച്ചു മാറ്റി. അതിനുശേഷം എല്ലാവരും അവിടുന്ന് മുന്നോട്ട് ഓടുകയാണ്. എന്നാൽ പെന്നിവൈസ് അവർ വിടുന്നില്ല, അവനും അവരെ ഫോളോ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കുറെ സമയത്ത് ഒളിച്ചുകളിക്കൊക്കെ ശേഷം പെന്നിവൈസ് ഇപ്പൊ റിച്ചിയെ പിടിച്ചു. പെന്നിവൈസ് അവനെ ഇപ്പം വായുവിൽ ഇങ്ങനെ സ്റ്റക്കാക്കി നിർത്തിയിരിക്കുകയാണ്. അവനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. എന്നാൽ ഈ സമയം ഇതെല്ലാം എഡ്ഡിയും കാണുന്നുണ്ട്. അവനെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കിടക്കുന്ന ഒരു ഇരുമ്പ് എടുത്തിട്ട് പെന്നിവൈസിന്റെ വായ്ക്കകത്തേക്ക് എറിഞ്ഞു കൊടുക്കുകയാണ്. അത് അവന്റെ വായ്ക്കകത്തേക്ക് കയറി കഴിഞ്ഞപ്പം അവർ റിച്ചിയെ വിട്ടു. അതോടുകൂടെ റിച്ചി നേരെ താഴേക്ക് വീഴാണ്. ഈ സമയം പെന്നിവൈസ് ആണെങ്കിൽ പുറകിലേക്ക് തെറിച്ചു വീഴുകയും ചെയ്തു. ഇതോടുകൂടെ പെന്നിവൈസിന്റെ പണി തീർന്നു എന്നാണ് എഡ്ഡി വിചാരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവൻ വേഗം തന്നെ റിച്ചിയെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടി റിച്ചിയുടെ അടുത്തേക്ക് വന്നു. എന്നാൽ പെട്ടെന്നാണ് പെന്നിവൈസ് അവന്റെ കയ്യിലുള്ള കൊമ്പ് വെച്ചിട്ട് റിച്ചിയുടെ പുറത്തൊരു കുത്തു കൊടുക്കുന്നത്. അതിനുശേഷം പെന്നിവൈസ് ഇപ്പൊ റിച്ചിയെ തൂക്കിയെടുത്തു. ഇതൊക്കെ കണ്ട് ബാക്കി എല്ലാവരും ഇങ്ങനെ ഉറക്കം നിലവിളിക്കുകയാണ്. അവരെ കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. അങ്ങനെ പെന്നിവൈസ് എഡ്ഡിയെ തൂക്കിയെടുത്ത് കുറച്ചു സമയം വായുവിലിട്ട് കറക്കിയതിനു ശേഷം അവനെടുത്ത് ഒരൊറ്റ ഏറ് വെച്ചു കൊടുക്കുകയാണ്. അതിനെ തുടർന്ന് എഡ്ഡി നേരെ തെറിച്ചു വരുന്നത് അവിടെയുള്ള ഒരു പാറയിടുക്കിലേക്കാണ്. അത് കണ്ടതും ബാക്കി എല്ലാവരും കൂടെ വേഗം തന്നെ എഡ്ഡിയുടെ അടുത്തേക്ക് എത്തി. ഇപ്പൊ ആ പാറയിടുക്കിലായതുകൊണ്ട് പെന്നിവൈസിന് അതിന്റെ ഉള്ളിലേക്ക് വരാൻ പറ്റുന്നില്ല. എഡ്ഡിക്കാണെങ്കിൽ ഇപ്പൊ തീരെ വയ്യ. എന്നാൽ ഈ സമയം എഡ്ഡി ഒരു കാര്യം അവരുടെ അടുത്ത് പറയുന്നുണ്ട്. അതവൻ നേരത്തെ ആ ലീപ്പറിനെ പിടിച്ച കാര്യമാണ്. ആ ലീപ്പർ എന്നെ അറ്റാക്ക് ചെയ്യാൻ വന്നപ്പം ആ സമയത്ത് ഞാൻ പേടിച്ചിട്ടുണ്ടായിരുന്നില്ല. മാത്രമല്ല ഞാൻ അവന്റെ കഴുത്തിന് പിടിച്ച് ഞെക്കുകയും ചെയ്തു. ഞാൻ അവന്റെ കഴുത്തിന് പിടിച്ച് ഞെക്കി കഴിഞ്ഞപ്പം അവൻ വല്ലാതെ ചുമക്കുന്നുണ്ടായിരുന്നു. അതുകൂടാതെ അവൻ വല്ലാതെ വീക്ക് ആവുന്നത് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് എഡ്ഡി പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോഴാണ് മൈക്ക് ഒരു കാര്യം പറയുന്നത്. അത് ആ നേറ്റീവ് അമേരിക്കൻസ് പറഞ്ഞതാണ്. അവരുടെ ആ റിച്വലില് ഒരു നിയമമുണ്ട്. അതായത് ജീവനുള്ള എന്താണെങ്കിലും അത് അതിന്റെ ഒറിജിനൽ രൂപത്തിലേക്ക് വരണമെന്ന്. അതായത് ഇവരുടെ മുന്നിൽ ഇപ്പം പെന്നിവൈസിനെ കൊല്ലാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ. എങ്ങനെയെങ്കിലും അവന്റെ യഥാർത്ഥ രൂപത്തിലേക്ക് കൊണ്ടുവരണം. അതായത് അവനെ ചെറുതാക്കണം. അതിനുവേണ്ടി എല്ലാവരും പിന്നെയും ആ പെന്നിവൈസിന്റെ അടുത്തേക്ക് പോവാണ്. എന്നാൽ ഇത്തവണ അവർ പെന്നിവൈസിനെ പേടിക്കുന്നില്ല. പെന്നിവൈസ് അവരെ പേടിപ്പിക്കാൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്തു നോക്കുന്നുണ്ട്. എന്നാൽ അവരിങ്ങനെ നെഞ്ചും വിരിച്ചിട്ട് അവന്റെ മുമ്പിൽ തന്നെ ഇങ്ങനെ നിൽക്കുകയാണ്. മാത്രമല്ല അവരെല്ലാവരും പെന്നിവൈസിനെ നല്ല രീതിയിൽ കളിയാക്കുന്നുണ്ട്. നീ വെറും ഒരു കോമാളിയാണ്, നിന്നെ ഞങ്ങൾക്ക് ആർക്കും പേടിയില്ല എന്നൊക്കെയാണ് അവരിപ്പോൾ പെന്നിവൈസിന്റെ അടുത്ത് പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ പെന്നിവൈസ് ഇങ്ങനെ പതുക്കെ പതുക്കെ പുറകിലേക്ക് പോവാണ്. എന്നാൽ പുറകിലേക്ക് പോകുന്ന വഴി അവൻ ഇതിനു മുമ്പ് സ്വീകരിച്ച പല രൂപങ്ങളിലേക്ക് മാറുന്നുണ്ട്. അങ്ങനെ എല്ലാ രൂപങ്ങളും മാറി മറിഞ്ഞ് അവനിപ്പം വളരെ ചെറിയൊരു രൂപത്തിലേക്ക് വന്നിരിക്കുകയാണ്, ഒരു കുട്ടിയെ പോലെ. മാത്രമല്ല അവനിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാതെ താഴെ ഇങ്ങനെ കിടക്കുകയാണ്. ഈ സമയം മൈക്ക് അങ്ങോട്ട് ചെന്നിട്ട് അവന്റെ ശരീരത്തിൽ നിന്നും അവന്റെ ഹാർട്ട് ഇങ്ങോട്ട് പറിച്ചെടുത്തു. എന്നിട്ട് എല്ലാവരും ചേർന്നിട്ട് ആ ഹാർട്ട് ഇങ്ങനെ ഞെക്കിപ്പിഴിയാണ്. അതോടുകൂടെ പെന്നിവൈസ് ആണെങ്കിൽ പൊടിഞ്ഞു പോവുകയും ചെയ്തു. അങ്ങനെ പെന്നിവൈസിന്റെ പണി തീർത്തതിന് ശേഷം അവരടുത്തായിട്ട് നേരെ പോകുന്നത് എഡ്ഡിയുടെ അടുത്തേക്കാണ്. എന്നാൽ അവരങ്ങോട്ട് ചെല്ലുമ്പോഴേക്കും എഡ്ഡി മരിച്ചു കഴിഞ്ഞിരുന്നു. അത് കണ്ട് കരയാൻ മാത്രമേ അവർക്കൊണ്ട് സാധിക്കുന്നുള്ളൂ. എന്നാൽ ഈ സമയത്താണ് അവർക്ക് മറ്റൊരു പ്രശ്നം വരുന്നത്. പെന്നിവൈസ് മരിച്ചതുകൊണ്ട് ആ സ്ഥലം മൊത്തം ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാൻ തുടങ്ങി. ഇനിയിപ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ പണി കിട്ടും എന്ന കാര്യം അവർക്കറിയാം. അതുകൊണ്ട് തന്നെ എല്ലാവരും വേഗം ആ വീട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങാണ്. അങ്ങനെ അവർ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയതും ആ വീടാണെങ്കിൽ മൊത്തം തകർന്നു പോവുകയും ചെയ്തു. അങ്ങനെ പെന്നിവൈസിന്റെ പണിയൊക്കെ തീർത്തതിന് ശേഷം അവരടുത്തതായിട്ട് പോകുന്നത് നമ്മൾ ഈ സിനിമയുടെ ആദ്യ ഭാഗത്ത് കണ്ട ആ കോറിയിലേക്കാണ്. അങ്ങനെ അവിടേക്ക് എത്തിയതിനു ശേഷം എല്ലാവരും കൂടെ ആ വെള്ളത്തിലേക്ക് ഇടിച്ച് ചാടി. ഈ സമയം റിച്ചി ആണെങ്കിൽ അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ കാരണം മറ്റൊന്നുമല്ല, അവൻ എഡ്ഡി ഇഷ്ടമായിരുന്നു. ഇപ്പൊ എഡ്ഡിയുടെ മരണത്തിൽ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് ഈ റിച്ചിയാണ്. ആ കാര്യം മനസ്സിലായതുകൊണ്ട് തന്നെ എല്ലാവരും കൂടെ ചെന്നിട്ട് റിച്ചിയെ കെട്ടിപ്പിടിച്ച് അവനെ സമാധാനിപ്പിക്കുകയാണ്. അതിനിടയിലാണ് റിച്ചിയുടെ കണ്ണാടി മിസ്സായ കാര്യം അവൻ പറയുന്നത്. അതിപ്പോ ആ വെള്ളത്തിന്റെ അടിയിലാണ് കിടക്കുന്നത്. അതെടുക്കാൻ വേണ്ടി പോകുന്നത് ബെന്നും ബെവർലിയാണ്. ബെവർലിക്ക് ആ ലെറ്റർ അയച്ചത് ബെന്നാണ് എന്ന കാര്യം അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അതിൽ നിന്നും ബെന്നിന് തന്നെ ഒരുപാട് ഇഷ്ടമാണ് എന്ന കാര്യം ബെവർലിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ബെവർലി ഇപ്പൊ ബെന്നിനെ കിസ് ചെയ്യാണ്. അങ്ങനെ ആ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും അടുത്തായിട്ട് പോകുന്നത് സിറ്റിയിലേക്കാണ്. അവിടുത്തെ റോഡിലൂടെ ഇങ്ങനെ നടക്കുമ്പോഴാണ് ഒരു കാര്യം അവർ ശ്രദ്ധിക്കുന്നത്.
27 വർഷങ്ങൾക്ക് മുമ്പ് ഈ സിറ്റിയിലേക്ക് തിരിച്ചു വരും എന്നവരൊരു പ്രതിജ്ഞ എടുത്തിട്ടില്ലായിരുന്നു. ആ പ്രതിജ്ഞ അവരെടുത്തത് ചോര കൊണ്ടാണ്. അതിനുവേണ്ടി എല്ലാവരും അവരുടെ കൈപ്പത്തിയിൽ ഒരു മുറിവുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കുറച്ച് സമയം മുമ്പ് വരെ അതിന്റെ പാട് അവരുടെ കയ്യിലുണ്ടായിരുന്നു. എന്നാൽ ഇപ്പൊ അവർ നോക്കുമ്പോൾ ആ പാട് കാണുന്നില്ല. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ശരിക്കും അത്ഭുതമായി. ഈ സമയം മൈക്ക് പറയുന്നത് അങ്ങനെ എല്ലാ കാര്യങ്ങളും എന്നേക്കുമായിട്ട് നിലനിൽക്കത്തില്ല എന്നാണ്. അങ്ങനെ ഡെറിയിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ബില്ലിപ്പം തിരിച്ചവന്റെ നാട്ടിലേക്ക് എത്തി. അവനിപ്പോൾ പുതിയൊരു പുസ്തകം എഴുതുന്നുണ്ട്. അതിനിടയിലാണ് മൈക്ക് അവനെ വിളിക്കുന്നത്. സ്റ്റാൻലി മരിക്കുന്നതിന് മുമ്പ് എല്ലാവർക്കും ഒരു ലെറ്റർ അയച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോഴാണ് മൈക്ക് ബില്ലിന് അയച്ചു കൊടുക്കുന്നത്. ആ കാര്യം പറയാനാണ് മൈക്ക് ഇപ്പോൾ ബില്ലിനെ വിളിച്ചിരിക്കുന്നത്. അങ്ങനെ ആ കോള് കട്ട് ചെയ്തതിന് ശേഷം ബില്ലിപ്പം ആ ലെറ്റർ എടുത്ത് വായിക്കാൻ തുടങ്ങി. എന്തുകൊണ്ടാണ് സ്റ്റാൻലി ആത്മഹത്യ ചെയ്തത് എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്. അതായത് ആ പെന്നിവേസിനെ നേരിടാൻ അവന് വല്ലാത്തൊരു പേടിയുണ്ട്. മാത്രമല്ല അവന്റെ മരണം അവന്റെ ഫ്രണ്ട്സിന് ഒരു സ്ട്രെങ്ത് ആയിക്കോട്ടെ എന്നും കരുതി. ഈ കാര്യങ്ങളൊക്കെയാണ് അതിൽ എഴുതി വെച്ചിരിക്കുന്നത്. അതെല്ലാം വായിക്കുമ്പോൾ ബില്ലിന്റെ കണ്ണുകൾ ഇങ്ങനെ നിറഞ്ഞൊഴുകുന്നുണ്ട്. ഇതേസമയം റിച്ചി നേരെ പോയിരിക്കുന്നത് ആ ബ്രിഡ്ജിന്റെ അടുത്തേക്കാണ്. അവൻ എഡ്ഡിയോടുള്ള ഇഷ്ടത്തെക്കുറിച്ച് അവൻ അവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നോക്കാനാണ് റിച്ചി ഇപ്പോൾ പോയിരിക്കുന്നത്. ഈ സമയം തന്നെ ബെന്നും ബെവർലിയും കല്യാണമൊക്കെ കഴിച്ചു. അവരിപ്പം അവരുടെ ജീവിതം അടിച്ചു പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ മൈക്കിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഡെറിയിൽ നിന്ന് മാറി താമസിക്കാനാണ് അവനിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അവനിപ്പം അവന്റെ സാധനങ്ങളും എടുത്തിട്ട് അവന്റെ കാറിൽ അവിടുന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് ഈ സിനിമ അവസാനിക്കുന്നത്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു? എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അയക്കാൻ മറക്കരുത്. പിന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു കിടിലൻ സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.